എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നക്ഷത്ര ജാതക രഹസ്യത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര സ്വഭാവങ്ങളെക്കുറിച്ചാണ്. പൊതുവായി അവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലരും ആത്മാഭിമാനമുള്ളവരും തേജസ്വികളുമായിരിക്കും. അതുപോലെ തന്നെ വളരെയേറെ സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിരിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത. ഇവർ വളരെ സ്വതന്ത്രമായ നിലയിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തിയാൽ അവർ അത് ക്ഷമിക്കുന്നതായിരിക്കുകയില്ല. പൊതുവേ ചോതി നക്ഷത്രക്കാർ ശാന്തശീലരാണ്. അവരിലൊരു ശാന്തത നമുക്ക് കളിയാടുന്നതായി കാണാൻ കഴിയും. പക്ഷേ അവരുടെ സ്വതന്ത്രമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ ഏതെങ്കിലും സ്വതന്ത്രമായ മേഖലകളിലോ ആരെങ്കിലും അനുചിതമായി കൈകടത്തുന്നു എന്നവർ കണ്ടാൽ, അവർക്ക് തോന്നിയാൽ അവർ ആ ശാന്തത കൈവിടുകയും മറിച്ച് വളരെ പരുഷമായി ചിലപ്പോൾ പെരുമാറിയെന്നും വരുന്നതായി കാണാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് അവർ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇനി നക്ഷത്രത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് പറയാവുന്നത്. പൊതുവേ ചോതി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ആകർഷകത്വമുള്ളവരാണ്. മാംസളമായ ശരീരം, ശാന്തതയും അതുപോലെ തന്നെ മനോഹാരിതയുമുള്ള ഒരു മുഖഭാവം, മന്ദമുള്ള നടത്തം എന്നിവയൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ ഒരു പ്രൗഢിയൊക്കെ തോന്നാറുണ്ട്. ഉന്നത കുലജാതർന്നോ ഭാഗ്യവാന്മാരെന്നോ ഭാഗ്യവതികളെന്നോ ഒക്കെ വിളിക്കത്തക്ക ഒരു തോന്നലുളവാക്കുന്ന ഒരു പ്രത്യേകത ഇവരുടെ ശരീരപ്രകൃതിക്ക് തന്നെ ഉണ്ട് എന്ന് പറയാവുന്നതാണ്. ഇവരുടെ ബാല്യകാലം പലരുടെയും ചിലപ്പോൾ ക്ലേശങ്ങൾ നിറഞ്ഞതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ജാതകത്തിൽ ഗുണദായകമായ ഫലങ്ങൾ, അതായത് ശ്രേഷ്ഠമായ യോഗങ്ങളും മറ്റുള്ളവർക്ക് ബാല്യത്തിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരുന്നില്ല. എന്നിരുന്നാലും പൊതുവെ പറയുമ്പോൾ ബാല്യകാലം കുറേയൊക്കെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഇവർ ശരിക്കും 32 വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതായി കണ്ടുവരുന്നത്. ഏകദേശം 30 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളിലൂടെ കടന്നു പോകുന്നതും 32 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടവുമായിരിക്കും. ആ കാലഘട്ടത്തിൽ തന്നെ അവർ വിദ്യാഭ്യാസ പുരോഗതിയും ഉദ്യോഗലബ്ധിയും വിവാഹാദി കർമ്മങ്ങളും സന്താനലബ്ധിയും അതുപോലെ തന്നെ വീട്, വാഹനം തുടങ്ങി ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നേടിയെടുക്കുകയും വളരെ സൗഭാഗ്യത്തോടു കൂടി കഴിയാൻ സാധ്യതയുള്ളതുമായ ഒരു കാലഘട്ടമാണ് 32 മുതൽ 60 വയസ്സ് വരെയുള്ള അവരുടെ കാലഘട്ടം എന്ന് പറയാവുന്നത്. ഇവരുടെ അടുത്ത് പെരുമാറുകയും ഇവരുടെ സ്വഭാവ സവിശേഷതകളെ അംഗീകരിക്കുകയും ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുകയും ചെയ്യുന്നവരോട് പ്രത്യേക ഒരു താല്പര്യം കണ്ടുവരുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവർ എന്ത് സഹായവും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ എന്ത് സഹായവും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ബന്ധുമിത്രാദികളിൽ നിന്ന് പറയത്തക്ക പ്രയോജനം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇവർ കഴിയുന്നിടത്തോളം ബന്ധുക്കളെ സഹായിക്കാൻ താല്പര്യമുള്ളവരും ബന്ധുക്കളെ വളരെയേറെ സഹായിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ ഗുണഫലങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പലപ്പോഴും ഈ സഹായം ചെയ്യുന്നവർ പിന്നീട് ശത്രുക്കളായി മാറുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ ചോതി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യം പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം.
കുടുംബത്തിലെ പ്രശ്നങ്ങളെ മറ്റൊരാളും അറിയാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കാറുണ്ട്. കുടുംബ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞ് അതൊരു പുറത്തറിയിക്കുന്ന രീതിയിലേക്ക് മാറ്റാറില്ല. വീടിനുള്ളിൽ തന്നെ തീർക്കുകയും അവരുടെ മാനസിക പ്രശ്നങ്ങളെ അവർ പുഞ്ചിരിയിലൂടെ ഒതുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്കിലും പൊതുവേ ചോദ്യനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം അത്ര സുഖകരമായി കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറമേ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുകയും ഇല്ല. ഏറെക്കുറെ അപൂർവം ചിലരുടെ മാത്രമേ ഉള്ളൂ ഡിവോഴ്സ് കേസിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ വലിച്ചിഴക്കപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നത്. അത് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നീട് ഇവരെക്കുറിച്ച് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് സത്സന്താന യോഗം ഉണ്ടാകുന്നതായിരിക്കും, നല്ല കുട്ടികളെ ലഭിക്കുന്നതായിരിക്കും, അവർ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നതായിട്ടും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് ആരോടെങ്കിലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ ആ വിരോധം അവർ പ്രകടിപ്പിക്കുന്നതായിരിക്കും എന്ന് മാത്രമല്ല, ഒരവസരം കിട്ടിയാൽ അവർക്ക് പണി കൊടുക്കാൻ മടിക്കാറുമില്ല എന്നുള്ളതാണ്. ഇവർ സ്നേഹിക്കുന്ന ഒരാൾ ഇവരോട് തിരിച്ച് സ്നേഹം കാണിക്കുന്നില്ല എന്നിവർക്ക് ബോധ്യപ്പെട്ട ഇവർക്കൊരു അവസരം കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും അതിന് തിരിച്ച് പണി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. പൊതുവെ ഭാഗ്യശീലരായി കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം എന്ന് പറയാമെങ്കിലും പലരുടെയും ജീവിതം യഥാർത്ഥത്തിൽ അത്ര സൗഭാഗ്യങ്ങൾ നിറഞ്ഞതൊന്നുമല്ല. എങ്കിലും ഏറെക്കുറെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ ആയിട്ടാണ് ചോതി നക്ഷത്രക്കാരെ കാണപ്പെടുന്നത്. ഇവരുടെ ഒരു ജീവിത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവർ ജനിക്കുന്നത് രാഹുർദശയിലാണ്. അത് ഏകദേശം 10 വയസ്സ് വരെ കണക്കാക്കിയാൽ പിന്നീട് 16 വർഷക്കാലം വ്യാഴദശയാണ്. അപ്പോൾ ആ 26 വയസ്സിൽ തന്നെ ആ വ്യാഴദശാകാലത്ത് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും പലർക്കും ആ കാലഘട്ടത്തിൽ തന്നെ തൊഴിലുകൾ ലഭിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. പിന്നീട് വരുന്ന ശനിദശാകാലത്തിലാണ് പൊതുവെ ഇവരുടെ ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാകുന്നത്. വിവാഹാദി കർമ്മങ്ങളും കുട്ടികളും വീടും വാഹനങ്ങളും ഒക്കെ ഈ ശനിദശയിൽ തന്നെയാണ് ഇവർക്ക് ലബ്ധി, അതായത് ഉണ്ടായി വരുന്നതായി കണ്ടുവരുന്നത്. ശനിദശ ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ രാഹുർദശ, അത് കഴിഞ്ഞ് വരുന്ന വ്യാഴദശ, പിന്നീട് വരുന്ന ശനിദശ, അതിനുശേഷം ബുധദശ, പിന്നീട് കേതു, അവസാന കാലത്ത് ശുക്രദശ. അത് ഏകദേശം ഒരു നല്ല പ്രായത്തിലാണ് ശുക്രദശ. അപ്പം വാർദ്ധക്യകാലം ശുക്രദശയിലൊക്കെ വളരെ ഗുണകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ കഴിയും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവെ പറയാവുന്ന നക്ഷത്ര പ്രത്യേകത. ജാതകവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും പൊതുവെ വരുന്ന ഫലങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെക്കുറിച്ച് പറയാവുന്ന ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവർ വളരെ പതിഭക്തരായിരിക്കും. പലപ്പോഴും അഭിപ്രായ ഭിന്നതകളൊക്കെ വീട്ടിലുണ്ടാകാമെങ്കിൽ പോലും ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊന്നും പുറത്തറിയിക്കാതെ ഭർത്താവിനെ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി കാണുന്നവരാണ് ഇവരിൽ മിക്കവരും. അല്ലാത്തവരും ഉണ്ട്, എങ്കിലും പൊതുവെ പറയുമ്പോൾ ഇവർ പതിഭക്തരാണ്, ഈശ്വര വിശ്വാസികളാണ്. അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലാണെങ്കിലും ഉദ്യോഗകാര്യങ്ങളിലാണെങ്കിലും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടേത് എന്ന് പറയാവുന്നതാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഇവർക്ക് മക്കളെ കൊണ്ട് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഒരു പ്രത്യേകത. അതായത് മക്കളിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ നക്ഷത്രത്തിൽ പിറന്ന മിക്കവാറും സ്ത്രീകൾക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഏറ്റവും വലിയ ഗുണാനുഭവം എന്ന് പറയാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ ഗ്രഹനില കൂടി നോക്കുക. ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാ ചോതി നക്ഷത്രക്കാർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വിഷയമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.